ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ സൂപ്പർ സൈഡാക്കി വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോവയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കോവയ്ക്ക ഉപ്പേരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ ശരി, വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ കോവയ്ക്ക ഉപ്പേരി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ദേ ഇതുപോലെ കുറച്ച് കോവയ്ക്ക ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വലിയ വെളുത്തുള്ളിയുടെ ഒരു 6 എണ്ണം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ആ വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കൊരു 4 ചീനിമുളക് കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വാട്ടി കൊടുക്കണം. ഒരുപാട് ടൈം വാട്ടി കൊടുക്കുകയൊന്നും വേണ്ട. കൂടി കഴിഞ്ഞാൽ നമുക്ക് 2 തണ്ട് വേപ്പിൻ്റെ ഇല കീറിയിട്ട് കൊടുക്കാം കേട്ടോ. വേപ്പിലും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ചളവിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കത് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒപ്പം കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർക്കാം. ഒരു എരിവിനനുസരിച്ച് അതുപോലെ തന്നെ കളർ കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. കോവയ്ക്ക ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് കട്ടിക്ക് അരിയാൻ നിൽക്കരുത് കേട്ടോ നമ്മുടെ കോവയ്ക്ക. അതായത് ഒരുപാട് കനത്തിൽ അരിയാണെങ്കിൽ അത് വെന്ത് കിട്ടാൻ കുറച്ചധികം സമയം എടുക്കും കേട്ടോ. ഈ രീതിയിൽ ഒന്ന് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഏകദേശം നമ്മൾ ഒരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരുന്ന് വെന്ത് കിട്ടണം. അപ്പം നമ്മുടെ കോവയ്ക്ക് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നൊരു കോവയ്ക്ക ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.